മുല്ലപ്പൂ നിറമുള്ള പകലുകൾ ബെന്യാമിൻ. ആടുജീവിതം എന്ന ആദ്യ നോവലിലൂടെ തന്നെ മലയാള നോവൽ രംഗത്ത് ഇടം നേടിയ എഴുത്തുകാരനാണ് ബെന്യാമിൻ. പത്തനംതിട്ട ജില്ലയിലെ കുളനടയിൽ ജനനം. പ്രവാസ ജീവിതത്തെ അനുസ്മരിപ്പിക്കുന്നതിൽ ഏറ്റവും മികവ് കാണിച്ച എഴുത്തുകാരൻ. ആദ്യ കഥാസമാഹാരത്തിന് തന്നെ അബുദാബി മലയാളി സമാജം പ്രവാസി അവാർഡ് ലഭിച്ചു. ആടുജീവിതത്തിന് അബുദാബി ശക്തി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, പത്മപ്രഭ സാഹിത്യ പുരസ്കാരം, കണ്ണശ പുരസ്കാരം, EV കൃഷ്ണപിള്ള പുരസ്കാരം, മുട്ടത്തു വർക്കി അവാർഡ് എന്നിവ ലഭിച്ചു. മഞ്ഞവെയിൽ മരണങ്ങൾ നൂറനാട് ഹനീഫ് സ്മാരക സാഹിത്യ അവാർഡ് നേടി. അബീഷഗിൻ അക്കപ്പൂരിൻ്റെ 20 നസ്രാണി വർഷങ്ങൾ, പ്രവാചകന്മാരുടെ രണ്ടാം പുസ്തകം, മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ, നിശബ്ദ സഞ്ചാരങ്ങൾ എന്നിവ മറ്റു നോവലുകൾ. EMSഉം പെൺകുട്ടിയും, എൻ്റെ പ്രിയപ്പെട്ട കഥകൾ, പോസ്റ്റ്മാൻ എന്നിവ പ്രധാന സമാഹാരങ്ങളാണ്. മാർക്കോസ് ഇല്ലാത്ത മക്കൊണ്ട എന്ന യാത്രാവിവരണവും എഴുതിയിട്ടുണ്ട്. മുല്ലപ്പൂ നിറമുള്ള പകലുകൾക്കും നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചു. സമീറ പർവീൻ എഴുതിയ എ സ്പ്രിംഗ് വിത്തൗട്ട് സ്മെൽ എന്ന നോവലിൻ്റെ വിവർത്തനം സുഗന്ധമില്ലാത്ത വസന്തം എന്ന പേരിൽ നിർവഹിക്കുന്ന രീതിയിലാണ് ബെന്യാമിൻ്റെ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ രൂപഘടന ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇത് എഴുതാനിടയായ സാഹചര്യത്തെക്കുറിച്ച് ബെന്യാമിൻ നോവലിൻ്റെ അവസാനം പരിഭാഷകൻ്റെ കുറിപ്പിൽ പറയുന്നുണ്ട്. മുല്ലപ്പൂ വിപ്ലവം അരങ്ങേറിയ അറേബ്യൻ നഗരത്തെക്കുറിച്ചും അവിടുത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെക്കുറിച്ച് ഒരു നോവൽ എഴുതിക്കൂടെ എന്ന് കാനഡയിൽ നിന്നുള്ള ഒരു പത്രക്കാരൻ മിസ്റ്റർ പ്രതാപ് ബെന്യാമിനോട് ചോദിച്ചിരുന്നു. വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു സാംസ്കാരിക കൂട്ടായ്മയിൽ വെച്ചായിരുന്നു മിസ്റ്റർ പ്രതാപ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. എന്നാൽ ബെന്യാമിൻ അതിൽ വിമുഖത കാണിക്കുകയായിരുന്നു. പിന്നീട് നാട്ടിൽ വെച്ച് വീണ്ടും പ്രതാപിനെ കണ്ടുമുട്ടുകയും താൻ എഴുതേണ്ടിയിരുന്ന ആ നോവൽ കാണാനിടയാവുകയും അത് വിവർത്തനം ചെയ്യാനുള്ള അവകാശം തരുന്നതിനായി കെഞ്ചുകയും ചെയ്തു. അത്രയ്ക്ക് ആ നോവലിൽ ബെന്യാമിൻ ആസക്തനായിരുന്നു. അങ്ങനെ മിസ്റ്റർ പ്രതാപിൻ്റെ ചില ഡിമാൻഡുകൾ അംഗീകരിച്ചുകൊണ്ടാണ് ബെന്യാമിൻ നോവൽ വിവർത്തനം ഏറ്റെടുക്കുന്നത്. ബെന്യാമിൻ്റെ അൽ അറേബ്യൻ നോവൽ ഫാക്ടറിയിൽ ഈ കൃതിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അൽ അറേബ്യൻ നോവൽ ഫാക്ടറിയും മുല്ലപ്പൂ നിറമുള്ള പകലുകളും ഇരട്ട നോവലുകൾ എന്ന രീതിയിൽ ഒരുമിച്ച് പ്രസിദ്ധീകരിക്കപ്പെട്ടു. അറേബ്യൻ നഗരത്തിൽ ഒരു റേഡിയോ ജോക്കിയായി ജോലി ചെയ്യുന്ന പാകിസ്ഥാനി പെൺകുട്ടി സമീറ പർവീണിന് മുല്ലപ്പൂ വിപ്ലവകാലത്തുണ്ടായ അനുഭവങ്ങളാണ് നോവലിൽ ആവിഷ്കരിക്കപ്പെടുന്നത്. 6 ഭാഗങ്ങളായാണ് ഈ നോവൽ. ഓറഞ്ച് റേഡിയോ, 2-ാം നമ്പർ, മൂറിയൂൺ, വാരാന്ത്യങ്ങളിലെ ദൈവം, ബോലോ തക്ബീർ, കഴുകനും മുയലും എന്നിവയാണവ. ആർജയായിട്ടുള്ള സമീറയുടെ അനുഭവങ്ങളുടെ ആഖ്യാനത്തിലൂടെയാണ് കഥ മുന്നോട്ടു പോകുന്നത്. തൻ്റെ ജീവിതത്തിലെ വിലപ്പെട്ട പലതും നഷ്ടപ്പെട്ട് കൺമുന്നിൽ അരങ്ങേറിയ ഭരണവിരുദ്ധ സമരമായി അരങ്ങേറിയ മുല്ലപ്പൂ വിപ്ലവം ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നുകൊണ്ടാണ് സമീറ സംസാരിക്കുന്നത്. സഹപ്രവർത്തകർ, സുഹൃത്ത്, തൻ്റെ പ്രിയപ്പെട്ട ബാബ എല്ലാം അവൾക്കു നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ട്. എന്നിട്ടും 3 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം അവൾ തൻ്റെ മൈക്രോഫോണിനു മുന്നിൽ തിരിച്ചെത്തുന്നു. അവളുടെ സുഹൃത്ത് അലിയുടെ കുടുംബം കാലങ്ങളായി വംശീയതയുടെ തെരിപ്പോടിൽ എരിഞ്ഞെരിഞ്ഞ് തീരുന്നത് നോവലിൽ വിവരിക്കുന്നു. അലിയുടെ അച്ഛനും അമ്മാവനും മാത്രമല്ല, അവസാനം അലി തന്നെയും ഭരണകൂടത്തിൻ്റെ ഇരയായി മാറുന്നു. മുല്ലപ്പൂ വിപ്ലവത്തിൻ്റെ ഭാഗമായി അരങ്ങേറിയ ഏറ്റുമുട്ടലിൽ അലി തന്നെ തൻ്റെ ബാബയെ കൊന്നുവെന്ന വാർത്തയും അവസാനം സമീറയ്ക്ക് കേൾക്കേണ്ടി വരുന്നു. കാലങ്ങളായി ഭൂരിപക്ഷ വിഭാഗങ്ങളായ ഷിയാക്കളെ അടക്കി ഭരിക്കുന്ന സുന്നി ഭരണാധികാരിക്കെതിരായ സമരം പിന്നീട് വഴിതിരിഞ്ഞ് സുന്നി ഷിയ സംഘടനയായും വിദേശികൾക്കെതിരായ ആക്രമണമായുമൊക്കെ വഴിമാറിപ്പോവുകയായിരുന്നു.
അവസാനം ഭരണകൂടത്തിൻ്റെ കരാള ദംഷ്ട്രകൾക്കിടയിൽപ്പെട്ട് ചതഞ്ഞരഞ്ഞുപോയ കുറേ ചെറുപ്പക്കാർ, എവിടെയെന്നറിയാതെ അപ്രത്യക്ഷരായവർ, കണ്ണീരുറങ്ങാത്ത അമ്മമാർ, പരസ്പരം ഭയം മാത്രം സൂക്ഷിക്കുന്ന മനുഷ്യർ ഒക്കെയാണ് അവശേഷിച്ചത്. അറബ് നാട്ടിൽ അരങ്ങേറിയ രാഷ്ട്രീയ വിപ്ലവ മുന്നേറ്റവും അതിലേക്ക് നയിച്ച വസ്തുതകളും അതിൻ്റെ ആഘാത പ്രത്യാഘാതങ്ങളുമൊക്കെ സൂക്ഷ്മമായും ഋജുവായും വിവരിക്കുന്ന ഒരു നോവൽ എന്ന നിലയ്ക്ക് ഇത് സവിശേഷ ശ്രദ്ധയർഹിക്കുന്നു. കലാപമായാലും യുദ്ധമായാലും ഏറ്റവും അധികം ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് സ്ത്രീകളും കുട്ടികളുമാണെന്നും ഇതിൽ നിന്നും വായിച്ചെടുക്കാം. ഇരകളും വേട്ടക്കാരും ഒരേ മുദ്രാവാക്യമാണ് വിളിച്ചിരുന്നത് എന്നതും ഈ കലാപത്തിൻ്റെ അസാധാരണത്വമായി കാണാം. അല്ലാഹു അക്ബർ എന്നതായിരുന്നു രണ്ടു ഭാഗത്തു നിന്നും മുഴങ്ങിക്കേട്ടത്. വിജയം സുനിശ്ചിതമല്ലെന്നറിഞ്ഞിട്ടും ഇയാമ്പാറ്റകളെപ്പോലെ സമരത്തീയിലേക്ക് എടുത്തു ചാടിയ ഒട്ടേറെ ജീവിതങ്ങൾ നമ്മുടെ സഹതാപത്തിന് പാത്രമാവുന്നു. വിജയം സുനിശ്ചിതമല്ലാത്ത സമരങ്ങൾ അയഞ്ഞ വടികൊണ്ട് പാമ്പിനെ തല്ലുന്നത് പോലെയാണ്. അത് ഒരു പാമ്പിനെയും കൊല്ലില്ല, അപകടകരമാം വിധം വേദനിപ്പിക്കുക മാത്രമേയുള്ളൂ എന്ന ലൈലയുടെ വാക്കുകളിൽ വിപ്ലവാനന്തര സമൂഹത്തിലെ ഷിയാ വിഭാഗത്തിൻ്റെ ഭീതി നിഴലിക്കുന്നു. ഏതു പ്രതിസന്ധിയും നേരിടേണ്ടതിനു വേണ്ടി ഉറച്ചു നിൽക്കുന്ന സമീറ പുതിയ പ്രതീക്ഷയായി മാറുന്നുണ്ട്.